എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിലെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന്. നമ്മുടെ പരീക്ഷ 2 ദിവസത്തിൽ വരികയാണ്. അപ്പം നിങ്ങൾക്കറിയാം, 2 പരീക്ഷ എഴുതിയ കെമിസ്ട്രി മാത്സ് ഒക്കെ എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മോഡൽ എക്സാംസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആൻസർ എനി 3 questions ഫ്രം 36 to 40. ഈച്ച് ക്യാരീസ് 5 scores. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മൂന്ന് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന്. ഓക്കെ. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. The kinetic energy K of a body depends on its mass m and its velocity v. Using the above principle, derive an equation for kinetic energy. ഫസ്റ്റ് ചാപ്റ്ററിന് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ പാർട്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി നിങ്ങൾക്ക് കാണാം. ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തതിലും പല പ്രാവശ്യമായിട്ട് 2 മാർക്കിൻ്റെയിലും 3 മാർക്കിൻ്റെയിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം 2 മാർക്ക് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ എയ്തർ സൈഡ് ഓഫ് എൻ ഇക്വേഷൻ ആർ ദ സെയിം. അതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ഇക്വേഷൻ്റെ ടേംസിൻ്റെ ഈച്ച് ടേമിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഡെഡ്യൂസ് ദ ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് മാസിനെയും വെലോസിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു m⁻x v⁻y. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ടേംസ് ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പം k ഈസ് ഈക്വൽ ടു, നമുക്ക് പ്രൊപ്പോർഷണാലിറ്റിനെ ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്യണം. സാധാരണ നമ്മൾ k ആണ് എടുക്കുക. ഇവിടെ ഓൾറെഡി കൈനറ്റിക് എനർജി k എന്ന് ക്വസ്റ്റ്യനിൽ തന്നത് കാരണം നമുക്ക് വേറെ ലെറ്റർ കോൺസ്റ്റൻറ്റ് c എന്ന് എടുത്തിരിക്കുന്നു. c m⁻x v⁻y. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് k ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എനർജീൻ്റെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. mL²T⁻²- ആണ്. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഓർമ്മിക്കുക, എനർജീൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജീൻ്റെ ഇക്വേഷൻ mL²T⁻². അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് c m⁻x v⁻y. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പം മാസിൻ്റെത് m⁻1 L⁻0 T⁻0 അതായത് m⁻x വരും. v എന്ന് പറഞ്ഞാൽ L⁻⁻1 അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് m ടേംസും L ടേംസും T ടേംസും ഒക്കെ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ m⁻x L⁻y T⁻−y എന്ന് കിട്ടും. എഴുതി നോക്കുക. ഓക്കെ. അപ്പം കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി ഒന്നുകൂടി. അപ്പം കമ്പയർ ചെയ്യുമ്പം m⁻x m⁻1, അപ്പോൾ x is equal to 1 കിട്ടും. L⁻y L⁻2, അപ്പം y is equal to 2 കിട്ടും. അല്ലെങ്കിൽ ഇവിടെ T⁻−y T⁻−2 ഉണ്ട്. അപ്പം -y is equal to -2 അല്ലെങ്കിൽ y is equal to 2 എന്ന് കിട്ടും. അപ്പോൾ k is equal to c m⁻x എന്ന് വെച്ചാൽ m⁻1 v⁻y ആണ്. അപ്പം v⁻2. അപ്പോൾ c mv². നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ ½ ആണ്. പക്ഷേ ഡയമെൻഷണൽ അനാലിസിസിൽ നമുക്ക് ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡ്രോബാക്ക് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 37. Derive position time relation x is equal to v0t plus half at² for uniformly accelerated body. അപ്പം അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് 2 രീതിയിൽ, അവിടെ ഗ്രാഫിക്കലി എന്ന് പറഞ്ഞിട്ടില്ല. അത് കാരണം നമുക്ക് സാധാരണ രീതിയിൽ ചെയ്താൽ മതി. തന്നിരിക്കുന്നത് 3 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി എന്ന് തുടങ്ങും. ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. അതിൻ്റെ വേറൊരു ഫോമുലയാണ് എന്ത്, ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2. അപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്, vt ഈസ് ഈക്വൽ ടു v0 പ്ലസ് at. നമ്മുടെ v ഈക്വൽസ് u പ്ലസ് at എന്ന് പറയില്ലേ, അതേ സംഭവം. അപ്പം നമുക്ക് x/t ഈസ് ഈക്വൽ ടു vt പ്ലസ് v0/2 ആണ്. അപ്പോൾ ഈ vt എന്നുള്ളതിന് ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. vt എന്താണ്, v0 പ്ലസ് at. അപ്പോൾ v0 പ്ലസ് at പ്ലസ് v0 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് പറ്റും, 2v0 പ്ലസ് at/2 കിട്ടും. ഈ x മാത്രം എടുത്തു, ടീനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് 2v0t പ്ലസ് at² ഡിവൈഡഡ് ബൈ 2. അപ്പം ആ ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2v0t/2 പ്ലസ് ½ at² എന്ന് കിട്ടും.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the velocity time graph of a body is given below. Find the displacement of the body during the time interval 5 second to 15 second. 5 to 15 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്ന് കാൽക്കുലേറ്റ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം ഏരിയ ഓഫ് ദ ഗ്രാഫ് എവിടെ തൊട്ട് എവിടം വരെ 5 to 15 വേണ്ടു. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. അപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പം എ ബി മൾട്ടിപ്ലൈഡ് ബൈ എ ഡി. അപ്പം എ ബി എത്രയാ? ഇവിടെ അതാ 20 ആണ് വരുന്നത്, 20. പിന്നെ എ ഡി കണ്ടുപിടിക്കാൻ 15 മൈനസ് 5. ഇതിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് ചോദിക്കണമെങ്കിൽ ടോട്ടൽ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കാണണം. നമുക്ക് ക്വസ്റ്റ്യൻ മാറിയിട്ട് വരാൻ ചിലപ്പോൾ നമുക്ക് എക്സാമിന്. അപ്പം ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഫ്രം 0 to 20 സെക്കൻഡ്സ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഇതിൻ്റെയും കാണാം. അപ്പം അല്ലെങ്കിൽ ട്രപ്പീസ്യത്തിൻ്റെ ഫോമുല വെച്ചിട്ട് കണ്ടുപിടിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 മീറ്റർ എന്നാണ്. Question 38. A car of mass m moves with a speed v along a banked road of radius r. Draw a diagram showing the forces acting on the car. Using the diagram, derive an equation for maximum safe speed. അപ്പം കാർ വരക്കണം എന്നില്ല, ഇവിടെ ഞാൻ മനസ്സിലാവാൻ വേണ്ടി നല്ല ചിത്രം വരച്ചു എന്നേ ഉള്ളൂ. അപ്പം കാറിന് പകരം നമുക്ക് ജസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ വരച്ചാൽ മതി. ഓക്കെ, കാറിനെ വരക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്, അവിടെ നമ്മുടെ ഫോഴ്സസ് കാണിക്കണം, മെയിനായിട്ട് ഫോഴ്സ് കാണിക്കണം. അപ്പം ഡയഗ്രത്തിന് എത്ര മാർക്കാണ്? 2 മാർക്കാണ്. അപ്പോൾ എല്ലാം കമ്പോണൻസ്, ഫോഴ്സിൻ്റെ ഓരോ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും നോർമൽ റിയാക്ഷൻ കാണിക്കണം. അപ്പം എം ജി വെയിറ്റ് ബാലൻസ് ചെയ്തിരിക്കുന്നത് എൻ കോസ് തീറ്റ ആണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ബാലൻസിങ് ആയിട്ട് വരുന്നത് എൻ കോസ് തീറ്റയാണ്. അതേ ഡയറക്ഷനിൽ എഫ് സൈൻ തീറ്റയും കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് യൂസിങ് ദ ഡയഗ്രാം ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ദ മാക്സിമം സേഫ് സ്പീഡാണ്. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഈ ഡയഗ്രാം നോക്കൂ, എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ. അതായത് ഇക്വിലിബ്രിയത്തിൽ അത് മൂവ് ചെയ്യുന്നില്ല, ബാലൻസിങ് കണ്ടീഷനിൽ. അതിൽ എം ജിൻ്റെ വാല്യൂ എത്ര കിട്ടും? എം ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, അതേപോലെ ഈ ബാങ്ക് റോഡിൽ കാറിന് പോകണമെങ്കിൽ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ളത് ടുവേർഡ്സ് ദ സെൻറ്റർ ആണ്. അപ്പം എൻ സൈൻ തീറ്റ പ്ലസ് ഇതവിടെ നോക്കും, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റയാണ് എന്ത് സെൻറ്ററിലേക്ക്, ആ സർക്കുലാർ പാത്തിൻ്റെ സെൻറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റയാണ് എന്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ് വരുന്നത്. എന്നിട്ട് ആ രണ്ട് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പം എം വി സ്ക്വയർ ബൈ ആർ ബൈ എം ജി, ആ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്തപ്പം എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ജസ്റ്റ് ഡിവൈഡ് ചെയ്തു. എന്താ വെച്ചാൽ നമുക്ക് വി ആണ് കിട്ടേണ്ടത്. അപ്പം വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ആർ ജി എം ക്യാൻസൽ ആവും, വി സ്ക്വയർ ബൈ ആർ ജി നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൺലി ആർ എച്ച് എസിലാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇതിനെ എൻ കോസ്തീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഈ സൈഡിൽ എൻ കോസ് തീറ്റ, എൻ സൈൻ തീറ്റ ബൈ എൻ കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ബൈ എൻ കോസ് തീറ്റ, അതൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ടാൻ തീറ്റ പ്ലസ് എഫ് ബൈ എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് എഫ് ബൈ എൻ ടാൻ തീറ്റ എന്ന് കിട്ടും. ഇനി ഇത് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ റിയാക്ഷൻ. നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷനിൽ വരുന്നതാണ്. നമുക്ക് അതിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പം ലോസ് ഓഫ് ഫ്രിക്ഷൻ നന്നായിട്ട് നോക്കുക. എൻ്റെ ഇതിൽ എല്ലാ പ്ലേലിസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ്റെ സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഉണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പം ഈ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആകുമ്പം എഫ് ഇസ് ഈക്വൽ ടു മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റിയാക്ഷൻ എന്ന് വരും. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് ഇവിടെ എഫ് ബൈ എൻ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ ആണെങ്കിൽ എഫ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ ആവും. അപ്പോൾ ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ. എന്നിട്ട് അതിന് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ആർ ജീനെ അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ വി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇത് ഷുവറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഇത് നമുക്ക്
തീർച്ചയായിട്ടും വരുന്ന സംഭവങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 39. സ്റ്റേറ്റ് പാരലൽ ആക്സസ് തിയറം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. What is the moment of inertia of a rod of mass m and length L about an axis perpendicular to it and passing through one end? അപ്പം പാരലൽ ആക്സസ് തിയറും പെർപെൻഡിക്കുലർ ആക്സസ് തിയറും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ഡയഗ്രാം വെച്ചിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ പാരലൽ ആക്സസ് തിയറം ചോദിച്ചത് കാരണം നമുക്ക് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം നമുക്ക് ശരിക്കുള്ള എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾ ഡയഗ്രാം വരക്കണം, സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. I is equal to moment of inertia about the center of mass plus mass into square of the distance between them ആണ് എന്ത് പാരലൽ ഓഫ് ആക്സസ് തിയറം വരുന്നത്. അപ്പോൾ I is equal to I center of mass plus ma square. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് inertia of a rod of mass m and length L about an axis perpendicular to it and passing through one end. അപ്പോൾ അതായത് ഈ പാരലൽ ആക്സസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം പാരലൽ ആക്സസ് തിയറം പ്രകാരം നമ്മൾ I is equal to I center of mass plus ma square ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് അബൌട്ട് an axis passing through the center and perpendicular to its length ml square by 12 ആണ്. അതിവിടെ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഇക്വേഷൻ, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ എല്ലാ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിരിക്കണം, മനസ്സിലുണ്ടായിരിക്കണം ഓരോ ഇക്വേഷൻ എന്താണെന്നുള്ളത്. അപ്പം I സെൻറ്റർ ഓഫ് മാസ് ആണ് എന്ത് ml സ്ക്വയർ ബൈ 12. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എന്നിട്ട് നമ്മൾ അത് പാരലൽ ആക്സസ് തിയറം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ I at the end is equal to I സെൻറ്റർ ഓഫ് മാസ് പ്ലസ് ma സ്ക്വയർ. I end is equal to I സെൻറ്റർ ഓഫ് മാസ് ml സ്ക്വയർ ബൈ 12 മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആക്സസ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ് L ആണെങ്കിൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്താണ് L ബൈ 2 ആണ്. അപ്പോൾ m ഇൻറ്റു L ബൈ 2 ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പം ml സ്ക്വയർ ബൈ 12 പ്ലസ് ml സ്ക്വയർ ബൈ 4 നമ്മൾ ചെയ്ത് നോക്കുമ്പം ml സ്ക്വയർ ബൈ 3 കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, derive an equation for acceleration due to gravity at a height h above the surface of the earth. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു പ്രാവശ്യം ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റീൻ്റെ ഇക്വേഷന് സ്റ്റാർട്ട് ചെയ്യും. G ഈക്വൽസ് gm/r². ഇത് G അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ അറ്റ് എ ഹൈറ്റ് h അല്ലെങ്കിൽ അറ്റ് എൻ ഓൾട്ടിറ്റ്യൂഡ് എച്ചിൽ എത്ര വരും, GH is equal to gm/r plus h the whole square. ഒരു ആറിന് പകരം ആ ഹൈറ്റും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് സാധാ ജിയുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ gm/r², ഈ ആറിനെ ഈ r പ്ലസ് h എന്നുള്ളതിന് ആറിനെ പുറത്തെടുത്തിട്ട് സ്ക്വയർ ചെയ്തു. r² ഇൻറ്റു 1 പ്ലസ് h/r the whole square എന്ന് കിട്ടും. അപ്പം ഈ gm/r² എന്നുള്ള ടേം എന്താണ്, g അല്ലേ. അപ്പം സ്മോൾ g മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് h/r ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് ഡിനോമിനേറ്ററിലാണ്. അത് മേലേക്ക് പോകുമ്പോഴേക്ക് -2 വരും. അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അപ്രോക്സിമേഷൻ ആണ്. നമ്മളിവിടെ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യും. അപ്പം ഹൈറ്റ് നല്ല ചെറുതാണെങ്കിൽ, ഇഫ് h is very very small compared to the radius of the earth, then 1 plus h/r the whole raised to -2 is equal to 1 minus 2h/r. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് നമുക്ക് h വളരെ ചെറുതാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മിക്കണം. അപ്പം 1 minus 2h/r എന്ത് ഇതിന് പകരം 1 minus 2h/r കൊടുക്കുമ്പം GH is equal to G into 1 minus 2h/r എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അപ്പം ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പം h is not much less than r. അപ്പോൾ കമ്പയറബിൾ ടു r ആണ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, h is equal to r/2 ആണ്. GH is equal to gm/r plus h the whole square. ആ hന് പകരം r/2 കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാഫ് ഓഫ് ദ റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ് ഓഫ് ദ റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ 1 minus 2h/r അപ്രോക്സിമേഷൻ ചെയ്തതാണ്. അത്
എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ജി എം ബൈ ആർ പ്ലസ് ആർ ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാ? 1 + 1/2 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ 3/2 ആർ ദ ഹോൾ സ്ക്വയർ കിട്ടും. ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു 3/2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 9/4 കിട്ടും. ഈ ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ളത് എന്താണ്? നമ്മുടെ ജി ആണ്. പിന്നെ ഈ 9/4 ഡിനോമിനേറ്ററിലുള്ളതെന്ന് പോകുമ്പോൾ 4/9 ആവും. അപ്പോൾ ജി എച്ച് ഇസ് ഈക്വൽ ടു 4/9 ടൈംസ് ജി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളായിട്ട് കൃത്യമായിട്ട് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള പാർട്ടിലെ ക്വസ്റ്റ്യൻസ് 3 പാർട്ടായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ടൈം വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് വരും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള ആൻസേഴ്സ് പറഞ്ഞു തരാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എക്സാം കഴിഞ്ഞ അടുത്ത ആഴ്ച തൊട്ട് തന്നെ +2ൻ്റെ റെഗുലർ ക്ലാസ്സസ് ആഴ്ചയിൽ ഒരു 3 ക്ലാസ്സുകൾ ഞാൻ കൃത്യമായിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. +2ൽ നമ്മൾ ഇതുപോലെ എക്സാം ഇല്ലയെന്ന് പറഞ്ഞ് ഇരിക്കരുത്. എക്സാമൊക്കെ ഉണ്ടാവും, നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം റെഗുലറായിട്ട് ക്ലാസ്സുകൾ തരും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോവുക. ഡെഫിനിഷൻസ് മുഴുവൻ നന്നായിട്ട് പഠിക്കുക. എല്ലാ ഇക്വേഷൻസും ഒന്നുകൂടി നോക്കുക എക്സാമിന് പോണതിന് മുന്നേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ ചെയ്താൽ താങ്ക് യു. +2ൽ കാണാം എല്ലാവരെയും. ഓക്കെ, ബൈ.